നമസ്കാരം. മറിയം സിനിമയുടെ ബാനറിൽ സജി കെ ഏരിയസ് നിർമ്മിച്ച കല്യാണമരം എന്ന സിനിമയുടെ സംവിധായകൻ രാജേഷ് അമനഹരിയാണ് ഞാൻ. ഈ വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ വരുന്ന മാർച്ച് 27-ന് ഞങ്ങളുടെ സിനിമ പ്രേക്ഷകർക്ക് സമർപ്പിക്കുകയാണ്, തിയേറ്ററുകളിലെത്തുകയാണ്. ഈ വിവരം ഞങ്ങൾ നിങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ലോകത്ത് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രമാത്രം സങ്കീർണമായ യുദ്ധഭീതി നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്. അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നത് വളരെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്കിലും എൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ സജി സാർ പറഞ്ഞത്, നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മലയാള സിനിമ അല്ലെങ്കിൽ ലോക സിനിമ തന്നെ മുന്നേറിക്കൊണ്ടിരുന്നത്. അപ്പം ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഒരു കഴിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്, മനുഷ്യ സഹജമായ ഒരു വാസനയാണ്. അപ്പം നമ്മൾ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കിയിട്ട് ഒരു കാര്യം ചെയ്യാൻ കാത്തിരിക്കേണ്ട, നമുക്ക് ഇത് റിലീസ് ചെയ്യാം. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് സ്വാഭാവികമായി പ്രേക്ഷകർക്കും ഉണ്ടാവും, പ്രേക്ഷകർ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിശ്ചലമാക്കി വെച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ നിശ്ചലമായി പോകും. അതുകൊണ്ട് മനുഷ്യർക്കിപ്പം അല്ലെങ്കിൽ പ്രേക്ഷകർക്കിപ്പോൾ അത് ആവശ്യമാണ്. നമ്മൾ അങ്ങനെ കലാസൃഷ്ടികൾ നമ്മൾ മൂടിവെക്കാൻ പാടില്ല, അത് സമയോചിതമായി തന്നെ പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പടം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് ഇറക്കി വിടുവാൻ തയ്യാറായത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇത് വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ് എന്ന് തന്നെ ഞാൻ തുറന്ന് പറയുകയാണ്. ഇതിനകത്ത് വളരെ അധികം എന്റർടൈൻമെന്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ആസ്വദിക്കാനുള്ള, പ്രായഭേദമന്യേ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ എൻ്റെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് എനിക്ക് വിളിക്കാവുന്ന എൻ്റെ അഭിനേതാക്കൾ തന്നെയാണ്. കാരണം ഈ കഥാപാത്രം എന്താണോ ആവശ്യപ്പെട്ടത്, എൻ്റെ സിനിമയിലെ കഥാപാത്രം എന്താണോ ആവശ്യപ്പെട്ടത്, അത് കൃത്യമായ അളവിലോ അതിൽ കൂടുതലോ എനിക്ക് സമ്മാനിച്ച നടന്മാരാണ് എന്നോടൊപ്പം ഇന്ന് വേദിയിലുള്ളത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് കാര്യത്തിൽ. കാരണം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തെ എത്രമാത്രം അനുയോജ്യമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു എന്നുള്ളതാണ് ആ നടനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എൻ്റെ ആ ഒരു സന്തോഷം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്. അപ്പം എസ്പെഷ്യലി ധ്യാൻജിയുടെ പ്രസൻസ് ഈ സിനിമയെ വളരെയധികം ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ധ്യാൻജി തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണോ ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമല്ല, അത് ധ്യാൻജി പറയേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻജി ഒരുപക്ഷെ ഒരു ചൂട് മാറിയോ എന്ന് വരെ എനിക്ക് തോന്നിപ്പിച്ച ഒരു കഥാപാത്രമാണ്. ഞാൻ ഈ കഥ പറയുമ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, കേട്ടിട്ട് ഇത് ഇത്രയും ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. കാരണം ഒരുപക്ഷെ ഏറ്റവും കുറച്ച് സീനുകൾ ഒരു ദിവസം ഷൂട്ട് ചെയ്യിപ്പിച്ചത് ഞാനായിരിക്കുമെന്ന് തോന്നുന്നു. അത്രമാത്രം കോപ്പറേറ്റ് ചെയ്ത് എന്നോട് സഹകരിച്ചിട്ടുണ്ട്. അതും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻജി വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണെന്നാണല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായി എത്തിച്ചേരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞങ്ങൾ അന്നേരം പ്രിപ്പയർഡ് അല്ലായിരുന്നു, അത് തന്നെ കാര്യം. അപ്പം പ്രിപ്പയർ ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ലാപ്സ് ആകാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് വരികയും കൃത്യസമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ പോവുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സഹകരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച്. അതുപോലെ മീരാമ്മാം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. തീർച്ചയായിട്ടും മീരാമ്മാവിന്റെ സാന്നിധ്യവും ഈ സിനിമയെ എത്രമാത്രം ഒരു മനോഹരമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ കഥാപാത്രം എത്രമാത്രം ഞങ്ങളുടെ സിനിമയുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുണ്ട്, ഞങ്ങളുടെ സിനിമ കുടുംബവുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. കാരണം കഥ നമ്മൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഇത് കഥ പറയാൻ എനിക്ക് പറ്റില്ല. എന്തെങ്കിലും ഒരു തട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണ്ട എന്ന് കരുതിയത് തന്നെയാണ് ഞാനത് പറയാതിരിക്കുന്നത്. ഒപ്പം ആതിര പട്ടേല് ഒരുപക്ഷെ ഈ ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്നിട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ലായിരുന്നു ആതിര പട്ടേല്. കാരണം ആതിര പറയുന്നത് ഇത് ഞങ്ങളുടെ വീടാണ്, എൻ്റെ വീട് ഇതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആതിരയ്ക്ക്. അപ്പൊ പോകാൻ വളരെ മടിയായിരുന്നു അല്ലേ.
ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലും നമ്മുടെ ഒപ്പം വന്ന് കൂടി വെറുതെ വന്നിരിക്കുമായിരുന്നു. പിന്നെ പ്രശാന്തിയുടെ വീടിനടുത്തായിരുന്നു ഷൂട്ടിങ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി പിടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു. എന്താണ് വളരെ രസകരമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ ആദ്യം പറയേണ്ട കാര്യം ഞാൻ ദേവനന്ദയുടെ ആയിരുന്നു. കാരണം ഒരുപക്ഷെ ഈ സിനിമ ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ സജി കെ ഇലിയസ് സാറിൻ്റെ അടുത്ത് ഒരു ലൊക്കേഷൻ ചോദിച്ചു പോയതാണ്. അദ്ദേഹം ആ ലൊക്കേഷൻ തരാമെന്ന് പറയുന്നതോടൊപ്പം ഇതിന്റെ കഥ എന്താണെന്ന് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആ കഥ പറയുകയും ആ കഥയിൽ അദ്ദേഹം ആ കഥയെ വളരെയധികം മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇത് എത്ര രൂപ ബഡ്ജറ്റിൽ ഇത് തീർക്കാൻ പറ്റുമെന്നോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ഒരു ബഡ്ജറ്റ് പറയുകയും അത് അദ്ദേഹം ചെയ്യാൻ ഏറ്റെടുക്കുകയുമായിരുന്നു. അപ്പം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രൊജക്ട് സംഭവിക്കില്ലായിരുന്നു. ഞങ്ങൾ പല രീതിയിൽ പ്ലാൻ ചെയ്തെങ്കിലും അതൊന്നും വർക്കൗട്ട് ആയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹമാണ് ഈ സിനിമയുടെ എല്ലാത്തിനും കാരണക്കാരനായ പ്രധാനപ്പെട്ട ആ വ്യക്തി. ഞാൻ സാറിനോട് ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയുകയാണ്. അപ്പം ദേവനന്ദ, അതിനുശേഷമാണ് ഞാൻ ദേവനന്ദയെ വിളിക്കുന്നത്. ദേവനന്ദ ഈ ക്യാരക്ടർ ചെയ്താൽ മാത്രമേ ഈ സിനിമ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ശ്രീ ഉല്ലാസ് ജി എന്നോട് പറഞ്ഞു, ഈ സിനിമ നമുക്ക് ആ കുട്ടിയുടെ ഡേറ്റ് എടുക്കുക, നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുക, എങ്കിൽ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ കഥ പറഞ്ഞ് വളരെ കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് എനിക്ക് സജി സാറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയത്. അപ്പോൾ കഥ പറഞ്ഞു, അവർ 100% ദേവനന്ദ ആ സിനിമ ചെയ്യാമെന്ന് സമ്മതിക്കുകയും എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിലും ഏത് കണ്ടീഷനിലും ചെയ്യാമെന്ന് സമ്മതിക്കുകയും അത്രയധികം അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു കഥയാണ്. ആ കുട്ടിയെ ഞാൻ ഉറക്കത്തിൽ വരെ എഴുന്നേറ്റ് കൊണ്ടുപോയി നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. കാരണം ഉറക്കച്ചടവോട് കൂടി തന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. വളരെ വെരി ഏർലി, അതായത് 6 മണിക്ക് തന്നെ റെഡിയായി വരികയും രാത്രി 10 മണിക്ക് പറഞ്ഞു വിട്ടിട്ട് പിന്നെ നമ്മൾ രാവിലെ വിളിക്കുകയാണ്. ഒരു മടിയും ഇല്ലാതെ വളരെ സ്നേഹത്തോടെ. അല്ലേ, വഴക്കിട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം വഴക്കൊന്നും ഇല്ലാതെ വളരെ നല്ല കുട്ടിയായിട്ട് എത്രമാത്രം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറയും ദേവനന്ദ, ദേവനന്ദ, ഇതൊന്നും ദേവനന്ദ പറയുന്നതല്ല. ഞാനും വിചാരിച്ചിട്ടുണ്ട് ദേവനന്ദ ഇതൊന്നും പറയുന്ന കാര്യങ്ങളല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാനൊരു സ്ക്രിപ്റ്റിന്റെ ഒരു 4-5 പേജുകൾ ഈ കുട്ടിക്ക് വായിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് അപ്പൊ ഞാൻ വിചാരിക്കും ഒരു ആത്മാർത്ഥമില്ലല്ലോ അഭിനയത്തില്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ വിടുകയാണ്. അപ്പൊ ഈ കുട്ടി അതിന് ശേഷം ആ സീനിലേക്ക് വന്ന് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഞാൻ വണ്ടടിച്ചിട്ടുണ്ട്. മോളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നെ. വളരെ മനോഹരമായ രീതിയിൽ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അമലേട്ടന് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ അമലേട്ടൻ ആ വേഷം മനോഹരമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളത് 100% ശരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാട്ട് പാടിയ ശ്രേയക്കുട്ടിയുടെ പാട്ട് ഞങ്ങൾ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി നമ്മളത് ഉടൻ തന്നെ ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അത് എല്ലാവരും കേൾക്കട്ടെ, അത് അവർ വിലയിരുത്തട്ടെ. അങ്ങനെ ഞങ്ങൾ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് നിരവധി വ്യക്തികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷാജി പട്ടിക്കര ഈ പ്രൊജക്ട് ഈ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വളരെ ഞങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ അത് തീർത്തെടുക്കുവാൻ എന്നെയും എൻ്റെ പ്രൊഡ്യൂസറെയും സഹായിച്ച, ഞങ്ങളുടെ പൂവിനെ മൊത്തം സഹായിച്ച അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. നന്ദിയുണ്ട്. തുടർന്നും പടങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഈ പടത്തിൽ അഭിനയിച്ച നിരവധി പേര് ഈ വേദിയിൽ ഇരിക്കാൻ പറ്റാതെ ഇവിടെ ഉണ്ട്. നമ്മുടെ സതീഷ് വാര്യർ, നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ ഒരു റീൽസ് ചെയ്യുന്ന ആളാണ് സതീഷ് വാര്യർ. അദ്ദേഹം നല്ലൊരു വേഷം ഈ സിനിമയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മനോജ് പണിക്കർ, നിരവധി സിനിമകളിലും ടെലിഫിലിമുകളിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ശ്രീ മനോജ് പണിക്കർ, അദ്ദേഹം ഈ വേദിയിലുണ്ട്. അതുപോലെ തന്നെ JP, നമ്മുടെ ജബ്രോയി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ JP വല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറും നടനുമായ എൻ്റെ പ്രിയ സുഹൃത്ത് സഞ്ജു നെടുങ്കുന്നൻ ഈ വേദിയിലുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച് ഈ സിനിമ ഇത്ര മനോഹരമാക്കി തീർത്ത എല്ലാവർക്കും ഞാൻ വീണ്ടും നന്ദി പറയുകയാണ്. ഒപ്പം ഞാൻ സംസാരിക്കുവാനായി ശ്രീ സജി സാറിന്. എല്ലാവർക്കും നമസ്കാരം. ഈ കല്യാണമരം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ സംവിധായകൻ, ഇതിൻ്റെ ടെക്നീഷ്യന്മാർ, ഇതിൻ്റെ നടീനടന്മാർ എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. പ്രേക്ഷകരോട് ആദ്യമായിട്ട് ഈ സിനിമയെപ്പറ്റി പറയാനുള്ളത്, പ്രേക്ഷകർ ഈ സിനിമ കാണുന്ന പ്രേക്ഷകർ അവരുടെ മനസ്സിൽ അവരുദ്ദേശിക്കുന്ന തരത്തിൽ സന്തോഷവും സങ്കടവും അവരുടെ ആഗ്രഹ പൂർത്തീകരണവും സാക്ഷാത്കരിക്കുന്ന ഒരു സിനിമയാണ് കല്യാണമരം. ഈ
ഈ കല്യാണമരത്തേക്ക് ഞാൻ എത്തിയ കാര്യം സംവിധായകനോട് പറഞ്ഞു. ഈ കല്യാണമരം ക്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടു. ഓരോ ഷൂട്ടിംഗ് സമയത്തും ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഈ കഥയെപ്പറ്റി എനിക്ക് ഏകദേശം അറിയാമായിരുന്നെങ്കിലും സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ സങ്കടകരമായൊരവസ്ഥയായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ. അത്ര ഫീൽ ഗുഡ് മൂവിയാണ്. ഞാനൊരു നിർമ്മാതാവ് എന്ന നിലയിലല്ല പറയുന്നത്, എൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യത്തിലാണ് പറയുന്നത്. ഞാൻ ഈ സിനിമയെ ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദേവനന്ദയോട് ഞാൻ പറഞ്ഞു, ഞാൻ സിനിമ കണ്ടു മോളെ എന്ന് ചോദിച്ചപ്പോൾ ദേവനന്ദ ആദ്യം എൻ്റെ അഭിനയം എങ്ങനെയാണെന്നല്ല ചോദിച്ചത്. ദേവനന്ദ ആ സിനിമയിൽ അവൾ ഊണിലും ഉറക്കത്തിലും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ കഥാപാത്രം എങ്ങനെയുണ്ട് എന്നാണ് എന്നോട് ദേവനന്ദ ആദ്യം ചോദിച്ചത്. പിന്നെ ഞാൻ നമ്മുടെ മീര, ആനന്ദ പട്ടേൽ, പ്രശാന്ത് മുരളി, ഇതിൻ്റെ ഗായികയൊക്കെ ഞങ്ങൾക്ക് യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ നല്ലൊരു സിനിമയാണിത്, നല്ല ഒരു ഗാനമാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം പറയുന്നത് എൻ്റെ ക്യാമറമാൻ രഞ്ജീഷ് രാമനെ ഞാൻ എടുത്ത് പറയുകയാണ്. അതേപോലെ ആ ചിത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലൊരു സിനിമ നമുക്ക് ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയെപ്പറ്റി നമ്മുടെ സംവിധായകൻ പറഞ്ഞല്ലോ, പക്ഷേ അതിനെല്ലാം മറികടക്കാൻ തക്ക രൂപത്തിലുള്ളൊരു ചിത്രമാണ് മാർച്ച് 27-ാം തീയതി റിലീസ് ചെയ്യുന്ന കല്യാണമരം. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ആഗ്രഹപൂർത്തീകരണവും ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം കുറെ നല്ല ആൾക്കാരുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഷാജി പട്ടിക്കൽ. അല്ല, അത് നല്ല സിനിമയ്ക്കപ്പുറം നല്ല ആൾക്കാരിലൂടെ സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം നമ്മൾ നല്ല ആൾക്കാരെന്ന് പറയുമ്പോൾ സിനിമയിൽ നല്ല ആൾക്കാരില്ല എന്നല്ല, വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ ചേട്ടൻ എന്നോട് കഥ പറയുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും ദിവസത്തിൽ നമ്മൾ തീർക്കും, അത്രയും ദിവസം എടുത്തുള്ളൂ. എൻ്റെ വീടിനടുത്ത് തന്നെ ഷൂട്ട്. അപ്പൊ പല കാരണങ്ങളുണ്ട് എനിക്ക് ഇത് സഹകരിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊട്ടപ്പുറത്താണ്, എനിക്ക് വന്നു പോകേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്കൂളിൽ, അതൊരു സ്കൂൾ മാഷായിട്ട് ഇത്രയും സുഖമുള്ള, അല്ലെങ്കിൽ ഇത്രയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് അതും ദേവനന്ദയുടെ കൂടെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റിയതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം അവള് വളരെ പ്രൊഫഷണൽ ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ എന്നോടൊരു വാക്ക് പോലും സെറ്റിൽ സംസാരിച്ചിട്ടില്ല, അല്ലേ? എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാലേ ഉള്ളൂ. അപ്പൊ ഞാൻ ദേവനന്ദയുടെ പല ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ പ്രായത്തിൽ, എന്ന് വെച്ചാൽ ദേവനന്ദ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് ഇതുപോലൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് ആ സമയത്ത് ഇത്രയും പക്വത ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ആവണമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് അങ്ങനെയുള്ള ദേവനന്ദയെ കാണാൻ പറ്റിയപ്പോ ദേവനന്ദ എന്നോടൊന്നും മിണ്ടുന്നില്ല. ഞാൻ അങ്ങോട്ടാണ്, ഓർമ്മയില്ലേ, പലപ്പോഴും ഞാൻ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദേവനന്ദ ഈ ക്യാരക്ടറായിരിക്കുക. അപ്പൊ ഞാൻ പലപ്പോഴും ഈ സീനിന്റെ അകത്ത് തന്നെ ദേവനന്ദ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ പോയി, അല്ലെങ്കിൽ ദേവനന്ദ പല പല സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴൊക്കെ ഞാനാണ് അങ്ങോട്ട് പോയി സംസാരിക്കുന്നതും അങ്ങോട്ട് പോയിട്ട് മോളെന്താ മാറി നിൽക്കുന്നതൊക്കെ ചോദിക്കുന്നത്. ആ അവസ്ഥയായിരുന്നു ഈ സീൻ കട്ട് ചെയ്തതിന് ശേഷവും പലപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കേണ്ടി വരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മോള് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ പിടിച്ച് അതിനകത്ത് തന്നെ ജീവിക്കായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അത് ഒരു വലിയ സന്തോഷം. കാര്യമായിട്ട് പറഞ്ഞ കേട്ടോ, തമാശ ഒന്നല്ല, കാര്യം. പിന്നെ സാറിന്റെ സ്കൂളിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സ്കൂളിനടുത്ത് ഞാൻ അതിന് തൊട്ട് മുന്നേ പ്രിൻസൻ ഫാമിലി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഒരു സ്കൂൾ അങ്കണത്തിലൊരു സിനിമ ഷൂട്ട്, അതൊക്കെ ഒരു ഭയങ്കര ഒരു രസമുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഓർമ്മയായിരുന്നു. ആ ചുരുക്കം ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു, പാലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെയും ഒരു ഭയങ്കര രസമുള്ള ഒരു വീട്, ആ വീട്ടിലായിരുന്നു ഷൂട്ട്. എനിക്ക് അവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ.
നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തന്നെ ഇതായി അല്ലേ, കുറേ ദിവസം അവിടെ തന്നെ കിടക്കുകയായിരുന്നു അന്നല്ലേ. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ, കുറേ നല്ല ആൾക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങളെ ഉണ്ടായിരുന്നെങ്കിലും ആ നല്ല ദിവസത്തെ കുറേ ആക്ച്വലി ആ ദിവസങ്ങളിലെ ചുരുങ്ങിയ ദിവസങ്ങളിൽ കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ചെറിയ കുഞ്ഞു സിനിമയാണിത്. ഇതിൻ്റെ കഥയോ അതിൻ്റെ പശ്ചാത്തലമോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞു കഥയാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ സിനിമ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയതിൽ ഒത്തിരി നന്ദിയുണ്ട്. കാരണം നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് നമ്മുടെ സിനിമ ഒരു ഫുൾ ഫാമിലി ആയിരുന്നു. കാരണം നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലിയിലൊരു ഭാഗമാണ്. അപ്പം നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു മൂവിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇത്രയും അടുപ്പം, ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു നമ്മളെ സെറ്റില്. ഇപ്പോൾ മീര ആൻറ്റി ആണെങ്കിലും പാപ്പു ചേച്ചി ആണെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ ആ റോൾ, നമ്മൾ ചെയ്യുന്ന ആ ക്യാരക്ടേഴ്സ് എത്ര അടുപ്പമുണ്ടോ അത്രയും അടുപ്പമായിരുന്നു നമ്മൾ ഓഫ് സ്ക്രീനിലും. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാകും, ഞങ്ങൾ ഓരോ ഗെയിംസ് കളിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ മൂവി ചെയ്യുമ്പോഴും ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. കാരണം ആ ബോണ്ട് നമ്മൾ ഓഫ് സ്ക്രീനിൽ അത് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് ഇത്രയും നല്ല ഒരു മൂവിയുടെ ഭാഗമായിട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കിയ ഒത്തിരി നല്ല നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ട്. അതുപോലെ ധ്യാൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ ചേട്ടൻ സംസാരിച്ചില്ലാന്ന്. ഞാൻ ചേട്ടൻ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. ചേട്ടൻ ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇന്റർവ്യൂവിൽ. പക്ഷെ ചേട്ടൻ സെറ്റ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര പ്രൊഫഷണലാ ചേട്ടൻ. ഓൺ ടൈം എത്തും, എല്ലാം കൃത്യം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യം എനിക്ക് അതിശയായി, എന്ത് പ്രൊഫഷണൽ ആണെന്നറിയോ. അപ്പം ചേട്ടന്റെ കൂടെ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും അത്രയും പ്രൊഫഷണലിസം കാണിക്കണം, നമ്മളും അത്രയും ഇൻപുട്ട് ഇടണം. അപ്പൊ ചേട്ടന്റെ കൂടെ ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് എല്ലാം കാണുന്നതാണ്. അപ്പൊ എനിക്ക് ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട്, ഞാൻ കുറേ റോൾസ് ഉണ്ട് ചേട്ടൻ എനിക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ചേട്ടന്റെ ഓരോ വർക്ക്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവീസാണ്. അപ്പൊ ചേട്ടനെ നേരി കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസസിന്റെ കൂടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാനും കരുതുന്നത്. പിന്നെ എല്ലാവരും, ഇവിടെയുള്ള എല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. കാരണം ഇവർ ഓരോരുത്തരും എന്നെ കല്യാണമരത്തിന്റെ ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ അങ്കിളിന് ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷയം ഞങ്ങളെ എല്ലാവരെയും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് ഫ്രീഡം ഉണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ഇൻപുട്ട് ആ ക്യാരക്ടറിന് കൊടുക്കണോ അത് കൊടുക്കാനുള്ള ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അത് അങ്കിളുടെ രീതിയിൽ എങ്ങനെ മാറ്റണം എന്ന് അങ്കിളിന് തോന്നുമെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് പറയും, ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. അതൊക്കെ നമ്മളെ ഒത്തിരി ആ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് കുറച്ച് കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിലും അത് മൂവി ഒന്നിച്ച് വന്നപ്പോൾ അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഫൈനൽ എഡിറ്റ് ഞാൻ കണ്ടില്ല, എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അത് ആദ്യമായിട്ട് ഫസ്റ്റ് ഷോ എല്ലാവരുടെയും കൂടി ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഡബിങ്ങിന് കണ്ടിരുന്നു കുറേ സീൻസ്. എല്ലാവരുടെയും അഭിനയം എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. കാരണം ഓരോരുത്തരും അത്രയധികം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ക്യാരക്ടറായിട്ട് ട്രൂലി ജീവിക്കുകയായിരുന്നു. ഇനി എനിക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് എത്രയധികം നന്നായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പോയി സിനിമ കാണുന്നവര് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇറങ്ങത്തില്ല. കാരണം ഒരു നല്ല മൂവിയാണ്. അത് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും ആനുവൽ എക്സാംസ് കഴിഞ്ഞിട്ട് പോയി റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പം ഇവിടെ പാട്ട് പാടിയ ശ്രേയ ചേച്ചി ആണെങ്കിലും പ്രശാന്ത് ഏട്ടനും എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ അങ്കിള് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ പ്രൊഡ്യൂസർ അങ്കിൾമാരൊക്കെ സെറ്റ് വന്നാൽ ഭയങ്കര ടെൻഷനായിരിക്കും, ഇന്ന ദിവസത്തിനുള്ളിൽ തീരുവോ, ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുവോ, അതിൻ്റെ ടെൻഷനിലായിരിക്കും സെറ്റ് വരുന്നത്. അപ്പം നമുക്കും പ്രശ്നം ഉണ്ടാവും, നമ്മൾ തീർക്കണം, നമ്മൾ ഷോട്ട് കുറച്ചെടുക്കണം. പക്ഷെ നമ്മളെല്ലാവരെയും സെറ്റ് വന്ന് ഇത്രയും എൻകറേജ് ചെയ്യുന്ന വേറൊരു
ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമ്മുടെ സെറ്റിൽ വന്നിട്ട് നമ്മളെ അത്ര അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ആളും നമ്മുടെ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഷാജി അങ്കിളും നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ കാര്യവും നോക്കുന്നത് ഷാജി അങ്കിളായിരുന്നു. നമ്മുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമ്മുടെ മ്യൂസിക് ഒക്കെ ഭയങ്കര രസമുള്ള മൂവി ആയിട്ട് ആ തീമിന് ഭയങ്കര ഭംഗിയുള്ള മ്യൂസിക്കാണ്. എല്ലാവരും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം വരുമ്പോൾ വിഷ്വൽസും എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. ഏതെങ്കിലും ഭാഗം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും മാർച്ച് 27 വന്ന് കാണണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിലേക്ക് വരുമ്പം എനിക്ക് രാജേട്ടൻ എൻ്റെ അയൽപക്കം കാരനാണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ വീടിന് ഏകദേശം അടുത്തടുത്തുള്ളതായിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും സൗകര്യപ്രകാരം ധ്യാൻ ചേട്ടൻ്റെ വീടിനടുത്ത് ഷൂട്ട് ചെയ്ത പോലെ എൻ്റെ വീടിനടുത്തായിരുന്നു ഷൂട്ട്. വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന ഒരു പ്രത്യേക സന്തോഷകരമായ അവസ്ഥയുണ്ടായിരുന്നു. അതൊരു സുഖകരമായ അവസ്ഥയാണ്. പിന്നെ ഇത്ര എല്ലാവരും പറഞ്ഞ പോലെ ഇത്ര ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാൻ പറ്റി. ധ്യാൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു പടത്തിലാന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരുമിച്ച് സീൻസ് ഒന്നും ഇല്ല. ഒരു ഫോൺ കട്ട് അതെ, അത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഫോൺ വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. പറഞ്ഞ പോലെ ഒരു കുഞ്ഞു സിനിമയാണ്, കുഞ്ഞു കഥയാണ്. 27-ാം തീയതി റിലീസാവുകയാണ്. എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു. ഹായ്, ഹലോ. ഇവർ പറഞ്ഞതിൽ കൂടുതലായിട്ട് എനിക്ക് ആഡ് ചെയ്യണമെന്നില്ല. ഇവർ കുറേ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു പടത്തിൽ പാട്ടാവാൻ പറ്റിയത്. രാഖി എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ. എൻ്റെ ക്യാരക്ടറായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച് director sir and producer sir and also Shajya. And yes, of course, ഇവരെല്ലാവരുമായിട്ട് ഉള്ള കോമ്പിനേഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ഹോപ്പ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. ഇവിടെ നിങ്ങൾ എല്ലാവരും വന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ലൈക്ക് എവറിബഡി സെയിം, വലിയൊരു ബ്ലെസ്സിങ് ആണ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി, ടു വർക്ക് വിത്ത് സച്ച് വണ്ടർഫുൾ ആക്ടേഴ്സ്, സച്ച് എ ഗുഡ് ക്രൂ. പിന്നെ ഫൈനലി ടു സേ, ഈ പടം കല്യാണം മരം ഇതൊരു ഇൻവിറ്റേഷനാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തിന്, നിങ്ങൾ എല്ലാവരുടെ ഫാമിലീസിന്. പ്ലീസ് കം ആൻഡ് വാച്ച് ദിസ് വണ്ടർഫുൾ ഫാമിലി എൻ്റർടൈനർ. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിൽ ഒരു നല്ല മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സ്വയം നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. നന്നായിട്ട് വിഷ്വലും എല്ലാം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും, ഈ സിനിമയുടെ കാര്യങ്ങളിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ വളരെ വലിയൊരു ഭാഗ്യമാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും നല്ല ടീമിനോടൊപ്പം നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. സത്യത്തിൽ അത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ച ഈ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ടീമിനോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ഷാജിക്കയാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. വന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത്, ഇപ്പം ക്യാമറമാൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു രജീഷ്, എന്നിവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ കോമ്പിനേഷൻ സീനിൽ ഞാൻ പ്രശാന്തിൻ്റെ അമ്മാവൻ്റെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. മനോജ് കെയുമായിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. അപ്പം മനോജ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, നാടകക്കാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ. പിന്നെ മാഡത്തിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പിനേഷൻ കൂടെ നിൽക്കുന്ന ആളുകൾ, നമുക്ക് അറിയുന്ന തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് നിലയ്ക്ക് എനിക്കത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു.
അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. നമുക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് മനോജ് ഓരോ മൊമെന്റിലും അങ്ങനെ ഒരു ഡിസ്കഷൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സീനുകളൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മാർച്ച് 27 പടം തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പടത്തിന് എല്ലാവരും കാണണം, സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് കല്യാണമരത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഞാൻ ശരിക്കും തീരെ എക്സ്പെക്റ്റഡ് ആവാതെ ഈ മൂവിയിലേക്ക് വന്ന ഒരാളാണ്. കാരണം ആദ്യം സോങ്സ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു, പിന്നെയാണ് ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അജയ് ജോസഫ് സാർ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് പാടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ന്യൂജൻ കാലത്ത് ഇറങ്ങുന്ന ഒരു പാട്ട് പോലത്തെ ഒരു പാട്ടല്ല, അതൊരു ഭയങ്കര ഒരു പഴയ രീതിയിലുള്ള ഒരു റെട്രോ കൈൻഡ് ഓഫ് സോങ് ആണ്. ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഫുൾ 100% കൊടുത്ത് ആ സോങ് പാടാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ പിന്നെ എൻ്റെ അനിയത്തി ദേവൂടെ മൂവിയാണ്. സോ ഇവിടെ എല്ലാവരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നതും. സോ ഹാപ്പി ടു ബി ഹിയർ, സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് കല്യാണമരം. അപ്പം മൂവി മാർച്ച് 27 റിലീസ് ചെയ്യാണ്. എല്ലാവരും വരണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഹായ് ദേവനന്ദ. ഇപ്പം പുതിയൊരു ചിത്രം ഇറങ്ങാൻ പോവുകയാണ്. അത് കൺഗ്രാജുലേറ്റ്സ്. ഇപ്പം ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നോർമലി ഇപ്പം ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും മിക്ക സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ഇതിനൊരു എന്താ പറയുക, ഇച്ചിരി നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നാട്ടുമ്പുറം അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനത്തെ ഒരു ആ ഒരു ജോണുള്ള ചിത്രങ്ങൾ ഇറങ്ങുന്നത് വളരെ കുറവാണ്. ഈ ചിത്രം സ്റ്റോറി കേട്ടപ്പോൾ വളരെ യുണീക്കാന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഏജിലുള്ളവരുടെ കൂടെ, പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടൻ്റെ കൂടെ അങ്ങനെ പ്രൊഫഷണൽ ആണെന്ന് അറിയാമല്ലോ. അപ്പം ധ്യാൻ ചേട്ടൻ ഒരു അധ്യാപകൻ ആണെന്നാണ് തോന്നുന്നത് പോസ്റ്ററൊക്കെ കണ്ടിട്ട്. എങ്ങനെയുണ്ട് ധ്യാൻ ചേട്ടൻ? പറഞ്ഞിരുന്നു, ചേട്ടൻ പറഞ്ഞു. ഇത് എന്തായാലും ഒരു വ്യത്യസ്ത ടൈപ്പ് ക്യാരക്ടറാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. മൂവി കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനും എപ്പോഴെന്തെങ്കിലും കണ്ട ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ. ഞാൻ ചെയ്ത കുറെ ക്യാരക്ടേഴ്സും അങ്ങനത്തെ ക്യൂരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ഈ ക്യാരക്ടറിനും ആ ഒരു എലിമെന്റ് ഉള്ളപ്പോൾ എനിക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് കുറച്ച് സീൻസേ കിട്ടിയുള്ളൂ, പക്ഷെ എല്ലാം നല്ല സീൻസ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണ് സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ് ഒരു സാറും കുട്ടികളും തമ്മിലുള്ള ബോണ്ട്, അതെല്ലാം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ ഈ മൂവി ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലിക്ക് വന്ന് എന്തായാലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത് ആ ഒരു നാട്ടിലല്ലെങ്കിൽ ആ വീട്ടില് ആ വീട്ടുകാരുടെ കഥ, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരുടെ കഥ, അവരിൽ എന്താണ് നടക്കുന്നത്, ഒരു ഇഷ്യൂ വരുമ്പോൾ അവരെങ്ങനെ ഓരോരുത്തരും എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു, അതൊക്കെ ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, അതായത് ഇപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം. വെറുതെ പുസ്തകം ഉള്ളതുപോലെ കുട്ടികളെ വായിച്ച് പഠിപ്പിക്കുന്നതല്ല പഠനം ഇന്ന്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അങ്ങനെയല്ല. ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പം ശരിക്കും എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് സ്ഥാനാർത്ഥി സ്ത്രീകൂടെ എന്നൊരു ചിത്രം ഇറങ്ങിയായിരുന്നു. അപ്പം അത് ആ ഒരു സിനിമ കൊണ്ട് മാറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് വരുന്നതല്ല, അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളല്ല ഒരാളെ ഡിസൈഡ് ചെയ്യുന്നത്, അയാളുടെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിനിമ എന്താണ് പ്രേക്ഷകന് നൽകുക? അല്ല, അത്തരം കാര്യങ്ങളിലോട്ടൊന്നും അതൊന്നുമല്ല ഇതിൻ്റെ കഥയും അതിൻ്റെ കഥാപശ്ചാത്തലമൊന്നും. അതെല്ലാം കുറച്ചുകൂടെ ഒന്നും ഞാൻ നാട്ടിൽ പഠിച്ചിട്ടില്ല ഇവിടെ. അപ്പം എനിക്ക് ഇപ്പോഴും അന്ധകാലത്തുള്ള സിലബസും ഇതൊക്കെ തന്നെയല്ലേ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. മാറുന്നുണ്ടോ? ഇടയ്ക്കൊരു DPP വന്നത് ഓർമ്മയുണ്ട് എനിക്ക്. അതല്ലാതെ പിന്നെയുള്ള ഞാൻ പഠിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ പാഠ്യപദ്ധതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ജ്ഞാനമില്ല. ഒന്ന് ഇപ്പോഴാണെങ്കിൽ ഒരുപാട് വന്നു, പക്ഷേ CBSE, IB, ICSE, പിന്നെ കേംബ്രിഡ്ജ്, ഇതൊക്കെ കുറേ സിലബസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ സാറിന് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റും. ബിക്കോസ് സാർ ഒരു സ്കൂള്
റൺ ചെയ്യുന്ന ആളാണ്, സ്കൂളിന്റെ ചെയർമാനും കൂടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഈ സിനിമയിലൂടെ നമ്മൾ എന്തായാലും ചർച്ച ചെയ്യുന്നില്ല. അതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നുമല്ല ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. സിനിമ ഈ ടൈറ്റിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഒരു കഥയും അതിന്റെ ഒരു പരിപാടിയൊക്കെ. അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ സിനിമ എന്താണെന്ന് മനസ്സിലാവും. ആക്ച്വലി അത്തരം കാര്യങ്ങളെ കുറിച്ച് സാറ് സംസാരിക്കുന്നത്. അല്ല, അദ്ദേഹം ചോദിച്ചതിൽ പൊതുവിദ്യാഭ്യാസ മേഖല വളരെ ഒത്തിരി 100% മാറിയിട്ടുണ്ട്. അത് അതിൻ്റെ കെട്ടിലും മട്ടിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം പൊതുവിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ട്. ഫുഡടക്കം കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖല പഠിക്കുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, വൈകുന്നേരം ഭക്ഷണം, എല്ലാ കാര്യത്തിലും താങ്കളുടെ ചോദ്യം വളരെ കറക്റ്റാണ്. വളരെ മാറിയിട്ടുണ്ട്. പക്ഷെ സിനിമ അതുമായി ബന്ധപ്പെട്ടല്ല. സിനിമ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അതുമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. ചേട്ടാ, ഇപ്പം കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ പറഞ്ഞ പോലെ ഇപ്പം സിനിമകൾ പലതും ഇപ്പം ഇറങ്ങുമ്പോൾ കൂടുതൽ നമ്മുടെ സിനിമ മിഡിൽ ഈസ്റ്റിലായിരിക്കും കുറച്ചുകൂടെ കച്ചവടം നടക്കാറ്. അപ്പം ഇപ്പം ഇപ്പോഴത്തെ ക്രൈസിസിൽ പല സിനിമകളും മാറ്റി വെച്ചോണ്ട് ഡേറ്റ് മാറ്റി വെച്ചോണ്ടിരിക്കുക. ഇല്ല. അപ്പം അതിന് കൂടെ ഇറങ്ങാൻ ചിത്രങ്ങളൊക്കെ മാറ്റി വെച്ചു. അപ്പം ദുരന്തം മാറ്റിയില്ല. അപ്പം അതേപോലെ പല സിനിമകളും മാറ്റുന്നുണ്ട്. അപ്പം ക്രൈസിസിന്റെ കൂടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം മെയിനായിട്ട് ഇപ്പൊ ഗ്യാസ് ഇല്ലാതായിക്കോട്ടെ, ഹോട്ടലുകളിൽ അടയ്ക്കുന്നു. അപ്പം അത് സിനിമയും ബാധിച്ചു തുടങ്ങുന്നുണ്ട്. ഇപ്പൊ പല സെറ്റുകളിൽ ഇപ്പൊ ആഹാരം കൊടുക്കാൻ, അതുകൊണ്ട് അതും നിന്നുകൊണ്ടിരിക്കുക. അപ്പം മുന്നോട്ടുള്ള ഭാവി അല്ലെങ്കിൽ സിനിമയിൽ ഇനി കുറയുവാണോ അല്ലെങ്കിൽ കുറയാൻ ചാൻസുകളാണോ? യുദ്ധം തീരാൻ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഞാനാണ് ഇവിടെ ഭാവി ഇതാക്കേണ്ടത്. നമ്മളെല്ലാരും ഇത് പ്രാർത്ഥിച്ച് വലിയ യുദ്ധം ചെയ്യാൻ പറ്റും, പ്രാർത്ഥിച്ച് ഇത് എപ്പോഴെങ്കിലും അവസാനിക്കണമെന്ന് ആലോചിക്കുക, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? മുന്നോട്ടുള്ള ഭാവി തുടർന്ന് പോവാണെങ്കിൽ ഇതൊക്കെ ഇല്ലാണ്ട് ഈ റിസോഴ്സസ് ഒക്കെ കട്ടായി പോകും. പിന്നെന്താ, പട്ടിണിയായി പോകും. പിന്നെ നമ്മളെല്ലാം എല്ലാം കക്കാൻ ഇറങ്ങേണ്ടി വരും. പിന്നെ നാട്ടിൽ വേറൊരു അവസ്ഥ വരില്ലേ പിന്നെ. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, വേറെ എന്ത് ചെയ്യാൻ? എനിക്ക് മയക്ക് എടുത്തിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ? അതൊന്നും ഇല്ലടാ അധ്യാപകന്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ സ്കൂളുകളില് വട്ടികളൊന്നുമില്ല, കയ്യിലൊരു വട്ടിക്ക് പിടിച്ചൊരു കലിപ്പ് ഭാഷണം. കാരണം ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞ വലിയൊരു ഇപ്പം പിള്ളേര് സ്കൂളില് അടിയൊന്നുമില്ല. അടിച്ചോളം പറഞ്ഞിട്ടുണ്ട് വീണ്ടും. അടിച്ചോളം പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ അങ്ങനെ ഉത്തരവ് വന്നല്ലേ. ഇടക്കാലത്ത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിരുന്നല്ലേ. വീണ്ടും കാരണം 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ഇപ്പൊ നല്ല MDMA ഇതൊക്കെയാ. രണ്ടടി കിട്ടിയാലേ ശരിയാവുള്ളൂ. മദ്യപാനം. അതെ, കഴിഞ്ഞ ഏതൊരു ദിവസം മറ്റേ ഏതൊരു പയ്യൻ പ്രിൻസിപ്പളിനെ വരട്ടെന്നൊക്കെ കണ്ടില്ലേ, ഒരു വീഡിയോ ഒക്കെ ഇറങ്ങി. പക്ഷെ അവനോട് ഒരു ബഹുമാനം തോന്നിയിരുന്നല്ലേ. അല്ല, അതുകൊണ്ട് ഇത് ഞാനൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തതാ. പക്ഷെ ഇപ്പോൾ തിരിച്ചടിക്കാമെങ്കിൽ അടിക്കാം. പക്ഷെ ഞാനൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുന്നുള്ളതായിരുന്നു നമ്മുടെ ഒക്കെ ഒരു മൈൻഡ്. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടുമോ? പക്ഷെ ഇനി എന്താ, അടിച്ചാൽ നന്നാവുള്ളൂ പിള്ളേര്. കുറച്ചൊക്കെ അടി അവിടെ ഇവിടെ ഒക്കെ കിട്ടിയാൽ ചിലപ്പോ നന്നായാലോ. എനിക്കൊരടി കിട്ടിയപ്പോ ഞാൻ നന്നായി. അതുകൊണ്ട് അടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്താണെങ്കിലും കായികമായി നേരിടുന്നത് ചിലർക്ക് അടി കിട്ടിയാൽ നല്ലതാന്ന് തോന്നും. മാഷ് ഇപ്പൊ സ്കൂളിൽ അടിയൊക്കെ ഉണ്ടോ ഇപ്പൊ പിള്ളേർക്കൊക്കെ? അടിക്കുമല്ലേ? സ്കൂളിൽ പോകുന്ന കുട്ടി ദേവനന്ദ അടി കിട്ടാറുണ്ടോ? ഏതൊക്കെ സിലബസ്? CBSE ഇല്ല, അടിയില്ല. അല്ല, CBSE കുറച്ചുകൂടെ എല്ലാം കറക്റ്റ് ആയിരിക്കും അല്ലേ? അടിക്കില്ല. അടിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ അത്ര അടി കിട്ടിയേ നന്നാവുന്നുള്ള ചില നമ്മൾ കാണുമ്പോ തോന്നില്ല ഇവന് 2 അടി കിട്ടണം എന്നുള്ളത്. വീട്ടുകാർക്കും തോന്നും ചിലർ കാണുമ്പോ ഇവന് 2 അടി. അങ്ങനെ ഒരാളായിരുന്നു നീ, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. അപ്പൊ അവരും പറയുമല്ലോ, സാറേ ഒന്ന് ഇവന് പറ്റുവാണെന്ന് നല്ലോണം കൊടുത്തോന്ന് പറയുമല്ലോ. നമ്മുടെ അച്ഛനമ്മമാരെന്നെ വന്നിട്ട് പറയും. ആദ്യം അവരാ പറയാ. അങ്ങനെയുള്ള ആൾക്കാർ കിട്ടുന്നതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ കിട്ടി വന്ന ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ടേ ഉള്ളൂ. നമ്മൾക്ക്
CBSE പഠിക്കണമായിരുന്നു അല്ലേ? ചിരിയൊക്കെയാണ് മാഷിന്റെ മുഖത്തുള്ളത്. പഴയ ഒരു പാഠപുസ്തകത്തിന്റെ ഒരു പൂമ്പാറ്റയുടെ ചിത്രമുള്ള പാഠപുസ്തകം കവിത വല്ല എഴുതാനാണ് ആലോചിക്കുന്നത്. അല്ല നമ്മ ഇതാണ് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? ഏതെങ്കിലും മാഷന്മാർ ഏതാ? അതെ എന്താണ് ക്യാരക്ടർ എങ്ങനെ? ക്യാരക്ടർ ദേവനന്ദ പഠിക്കുന്ന സ്കൂളിലെ മാഷ്, അതിനപ്പുറത്തേക്ക് അല്ലേ? ദേവനന്ദ ആ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ഞാൻ മാഷായിട്ട് അവിടെ വരാൻ സാധിച്ചിരിക്കും അല്ലേ? അങ്ങനെ വേണം പറയാൻ. അല്ല, ഇതില് സ്കൂളൊന്നും അല്ല പ്രധാന ഏരിയ. ഇത് ഇവരുടെ ഫാമിലിക്കകത്ത് നടക്കുന്ന കുറെ സംഭവങ്ങളും അതിനിടയിൽ വരുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വരുന്നത്. പ്രധാനമായിട്ടും ഈ കഥ നടക്കുന്നത് ഇവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു സംഭവം, അതിനിടയിലാണ് മാഷിന്റെ ഒരു ഏരിയ വരുന്നത്. അതിലാണ് മാഷ് സ്കൂൾ മെയിൻ ഏരിയ അല്ല അല്ലേ? അതിൽ ചില ഇടപെടലുകൾ നമ്മൾ എവിടെയും പോയി ഇടപെടുമല്ലോ മോട കണ്ടാൽ. അതെ 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 അതെ, അങ്ങനെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ മാഷിന്റെ സഹായത്തോടു കൂടി ഇതിന് നടക്കുന്നുണ്ടല്ലേ? ചെറുതായിട്ട് മാറ്റങ്ങൾ ചോദിക്കുന്നുണ്ട്, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒഴിച്ചു കഴിഞ്ഞാൽ മാഷിന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല അല്ലേ? കാരണം ഈ ക്യാരക്ടർ ഉറച്ച തീരുമാനമുള്ള ഒരാളായിരുന്നു. അങ്ങനെ അവസാനം പുള്ളിക്കാരിയുടെ ആഗ്രഹം അല്ലെ സാധിക്കുകയാണ്. അയ്യോ, ഞാൻ കഥ ഒക്കെ പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. ഇതിനൊക്കെ എന്താ പറയാ, ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ചില കോളേജിലൊക്കെ പോകുമ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജ്, IIT-യിലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ, മദ്രാസിലൊക്കെ പോയ സമയത്തൊക്കെ അവരെയൊക്കെ ഞാൻ ഉപദേശിക്കേണ്ട അവസ്ഥ ആലോചിച്ചു. അവരത് കേൾക്കേണ്ട അവസ്ഥ ആലോചിച്ചു. ഞാൻ +2 എന്റെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് അവരൊക്കെ അതൊരു ഗതികെട്ട അവസ്ഥയല്ലേ. ഇത് കേൾക്കുന്ന ഒരു മാഷിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഇത് ഏതെങ്കിലും ഒരു മാഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉപദേശം ഇരുന്നിട്ട് ഇതുപോലെ ഒന്ന് എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നില്ല. ഫോണവനെ എറിപ്പിക്കണ്ട, ഒന്നും പറയണില്ല. അതെ 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 അതെ, പക്ഷെ അവരങ്ങനെ എടുക്കണമെന്നില്ലടാ ആ സെൻസില് കേൾക്കുന്നവര്. അല്ല, ഉപദേശം ഇപ്പം അവര് വലിയൊരു ഇതല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടീച്ചർമാരാണ് എന്റെ ഒരു നമ്മളെ ഒരുപാട് കഴിവില്ലാത്ത സമയത്തും നിന്നെ കൊണ്ട് സാധിക്കും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തള്ളിവിട്ടത് കുറെ ടീച്ചർമാരാ. മറ്റേ എന്നെ ആദ്യമായിട്ട് സ്കൂൾ നാടകത്തിൽ അഭിനയിപ്പിക്കുന്ന എൻ്റെ ഒരു ടീച്ചറാണ്. അപ്പൊ എനിക്ക് അഭിനയം, എനിക്ക് ജീവിതത്തില് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. പക്ഷെ നാടകത്തില് അഭിനയിച്ച ഞാൻ എവിടെയൊക്കെയോ ഞാൻ ഈ കഥയും പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ വർഷവും നാടകത്തിന് എൻ്റെ സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നതാണ്. ആ വർഷം മാത്രം കിട്ടിയില്ല, ഞാൻ അഭിനയിച്ച വർഷം. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് നാടകം, ഇംഗ്ലീഷ് മ്യൂസിക്കൽ ഡ്രാമ. അങ്ങനെ ഈ ടീച്ചർ എന്നെ നിർബന്ധിക്കുന്നു. ടീച്ചർ പറയുന്നത് നിന്നെ കൊണ്ട് സാധിക്കും, നീ ഒന്നുകില്ലെങ്കിലും ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു മഹാനായ കലാകാരന്റെ, ചെന്നൈയിലാണ് പുള്ളിക്കാരി, മലയാളിയാണ് കലാകാരൻ, എന്തെങ്കിലും കഴിവ് നിന്നിൽ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞ ടീച്ചർ അങ്ങനെ ഒന്നും നിർബന്ധമില്ല, ഒരു കഴിവില്ലാത്ത എത്ര മക്കളുണ്ട്, ഉദാഹരണം വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു കാര്യം, എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല, നിന്നെ നിർബന്ധിക്കരുതില്ല, എന്നിൽ അങ്ങനെ ഒരു കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂപ്പർ സീനിയർ ആയിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ നാടകത്തിൽ, സ്കൂൾ ലീഡറും കൂടി ആ പെൺകുട്ടി. പിന്നെ അവളെ എല്ലാ ദിവസവും കാണാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ റിഹേഴ്സൽ നടക്കുന്നു. അപ്പോൾ നമ്മൾ റിഹേഴ്സ് ചെയ്തിരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഇപ്പോൾ വലിയ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ റിഹേഴ്സ് ചെയ്തിരുന്നത്. വലിയ സ്റ്റേജിൽ, ഞങ്ങളുടെ സ്കൂളിന്റെ സ്റ്റേജിലാണ് റിഹേഴ്സ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ 90 വയസ്സായിട്ടുള്ള അപ്പൂപ്പനായിട്ട് അഭിനയിക്കുന്നു. ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ കഥാപാത്രം. അപ്പൊ ഈ അപ്പൂപ്പൻ ലാസ്റ്റ് താഴെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഏറ്റവും എൻഡിൽ ഈ അപ്പൂപ്പൻ മരിക്കും, ഞാൻ മരിക്കും. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഇവർ ഡാൻസ് കളിക്കും. എന്നുവെച്ചാൽ എന്നെ അവിടെ സൈഡിൽ കിടത്തിയിട്ട് പിന്നെ മ്യൂസിക്കൽ ഡ്രാമയാണ്, അതിൻ്റെ ചുറ്റും പാട്ടും വന്ന് എൻഡിൽ ഒരു സാഡ് സോങ് വന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് അവസാനിക്കും.
അപ്പൊ ഈ മറ്റേ ഞങ്ങൾ റിഹേഴ്സ് ചെയ്ത സ്റ്റേജിൽ, വലിയ സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് അവിടെ സൈഡിൽ കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ മത്സരത്തിന് പോയപ്പോ കുഞ്ഞു സ്റ്റേജ് വേറെ സ്കൂളിന്റെ സ്റ്റേജിൽ പോയപ്പോ ഈ സ്റ്റേജ് ചെറുതായപ്പോ ഞാൻ ഇവിടെ കിടക്കുന്ന സ്ഥലത്ത് കുറെ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഞാൻ ഈ കിടക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ഡാൻസേഴ്സ് എന്നെ ഇങ്ങനെ തട്ടുന്നു, ഇതാവുന്നു. ഞാൻ അവസാനം ഒരു രക്ഷയിലിരിക്കും. കാരണം ഒരു പെണ്ണൊക്കെ വന്നിട്ട് നേരത്തൊക്കെ ചവിട്ടിയിട്ടൊക്കെ പോകുന്നു. കാരണം അവർക്ക് സ്ഥലം വേണമല്ലോ, ഞാനിവിടെ കിടക്കില്ലേ. കുറെ ചവിട്ട് കിട്ടിയപ്പോ ഞാൻ എഴുന്നേറ്റ് ഈ കൂട്ടത്തിൽ ഡാൻസ് കളിച്ചു. കാരണം എനിക്ക് ഇവര് ഡാൻസ് റിഹേഴ്സ് ചെയ്ത് എനിക്ക് അറിയാം, വേറെ വഴിയില്ല. ഇത് ഞാൻ സൈഡിലൂടെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ ആ വഴി ഇറങ്ങിപ്പോയി. കാരണം വെച്ചാൽ ഇറങ്ങി പോണല്ലോ, എത്ര നേരം ഡാൻസ് കളിക്കും. അങ്ങനെ ഇറങ്ങിപ്പോയി. ടീച്ചർ എന്നെ നോക്കിയിട്ട് എന്നോട്, ഞാൻ പറഞ്ഞു ടീച്ചർ അവിടെ സ്ഥലമല്ല, എനിക്ക് ചവിട്ടും കൊണ്ട് ഞാൻ അവിടെ നിൽക്കണം. എന്നെ ശ്രീനിവാസന്റെ മോൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ വലിയ സ്റ്റേജിൽ നമ്മൾ ചെയ്യും, പോകുന്ന സ്ഥലത്ത് ഈ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലത്തെ ടീച്ചർമാര് കേട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകരുത്. ഇതുവരെ ഓർമ്മ പുതുക്കിയെന്നേ ഉള്ളൂ. നമസ്കാരം. ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ല ആദ്യ ഗുരുകുലം എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയായിരിക്കും. അവരുടെ ചുറ്റുപാട് അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അതായിരിക്കും ആദ്യ ഗുരുകുലം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അടിച്ച് ഇപ്പം എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ ഒരിക്കലും മക്കൾ അറിയുന്നത്. അപ്പം ഇച്ചിരൂടെ ലാവിഷായിട്ടായിരിക്കും അവരെ വളർത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് ചിലപ്പം ദോഷമായിട്ടും ഭവിക്കാറുണ്ട്. അപ്പം ഈ ഒരു സിനിമയിൽ അങ്ങനെ ഒരു ലവബിൾ ക്യാരക്ടറായിട്ടുള്ള അമ്മയാണോ അതോ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടൊരു കഥാപാത്രമാണോ? ഈ സിനിമയിലെ മാത്രമില്ല, ഇവൻ ജനറലി വീട്ടിൽ പോലും സ്ട്രഗിൾസ് ഇല്ലാതെ എങ്ങനെ വളരും? അപ്പോൾ സ്ട്രഗിൾസ് നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് സ്ട്രഗിൾസ് ഉണ്ടാവാൻ പാടില്ല എന്ന് ആലോചിക്കാനേ പാടില്ല. അത് നമുക്കാണ് ദോഷം ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠത്തിലും അതുപോലെ തന്നെയാണ് ഒരമ്മ. ഓക്കെ, സ്ട്രഗിൾസ് ഉണ്ടാവും, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ജീവിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ തോന്നിയിട്ടുണ്ട് അങ്ങനെ എപ്പോഴും ഇപ്പോഴത്തെ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കാണും, കുട്ടികൾ ഇങ്ങനത്തെ ക്രൈമുകൾ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഉണ്ട്, അതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഒരുപാട് കുട്ടികളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നതിൽ അർത്ഥമില്ല. അവരും ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. എന്താണ് ഇങ്ങനത്തെ സബ്ജക്ട് എടുക്കാനായിട്ട് കുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരൂടെ ലവുകളായിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ഇപ്പൊ എല്ലാവരും പറഞ്ഞത് സിനിമകൾ ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് ഓഡിയൻസിന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവും. സിനിമ പ്രേക്ഷകൻ കണ്ടിരുന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള ലെവലിലൊക്കെ കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന സിനിമകൾ കൂടുതലാണ്. ഇത് നിങ്ങൾ തന്നെ ഓൾറെഡി പറഞ്ഞു, കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറീസ് ഒന്നുമല്ല. അപ്പം ഇങ്ങനൊരു സ്റ്റോറി ഇപ്പോൾ റെലവെന്റ് ആണ് അല്ലെങ്കിൽ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയ ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടും ഞാനും ഈ സിനിമ രംഗത്തേക്ക് വന്ന സമയത്ത് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിലും സംവിധാനം ചെയ്യുന്ന സമയങ്ങളിലും ആദ്യം എന്നിലുണ്ടായ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇത്. നമ്മൾ എത്ര മഹത്തായ ഒരു സബ്ജക്റ്റ് പറയുമ്പോഴും അത് എത്രമാത്രം ഓഡിയൻസിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു ഘടകമാണ്. അത് നമ്മൾ അതിന് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് അതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വലിയൊരു സബ്ജക്റ്റ് ചെയ്തിട്ട് അതിന് ജനങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ള ഒരു മനസ്സിലാക്കലാണ് ഞാൻ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരുപാട് ഓസ്കാർ വിന്നിംഗ് ആയിട്ടുള്ള പടങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അതെല്ലാം വളരെ ജനകീയമായ സബ്ജക്റ്റുകളാണ്. അപ്പം നമ്മൾ എത്ര നല്ല സബ്ജക്റ്റുകൾ പറയുമ്പോഴും അത് ജനകീയമായി തന്നെ പറയാൻ ശ്രമിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ സബ്ജക്റ്റ് അങ്ങനെ തിരഞ്ഞെടുത്തത്. ഐ തിങ്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരേ മാസം 2 പടമൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ റിയലി എക്സൈറ്റഡ്. ആട് ഒബ്വിയസ്ലി എല്ലാവരെയും പോലെ തന്നെ ഞാനും വളരെ പ്രതീക്ഷയിലാണ്. 19-ാം തീയതി ക്രൂവിൻ്റെ കൂടെ കാണണം. ആൻഡ് കല്യാണമാരും ഇസ് ഓൾസോ ലൈക്ക് ഇതൊരു ചെറിയ പടമാണ്. ഇറ്റ്സ് എ വെരി ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് സാധനം. അപ്പോൾ അതിലെ ക്യാരക്ടറും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റ് ആണ് രാഖി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ആക്ച്വലി നല്ല സന്തോഷമുണ്ട്. അത്രയും ഇപ്പം നോർമലി ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഓഡിയൻസിലേക്ക് കണക്റ്റഡ് ആവണം, അല്ലെങ്കിൽ ചെയ്യുന്ന കുറച്ച് യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്ന കഥാപാത്രങ്ങളായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ സിനിമകൾ ചൂസ് ചെയ്യുന്നത്? എൻ്റെ കഥാപാത്രം എത്രത്തോളം ഓഡിയൻസ് കണക്റ്റ് ആകും നോക്കുകയാണോ അതോ? സിനിമ ചൂസ് ചെയ്യുന്നത് അമ്മോട് ഡിസ്കസ് ചെയ്തിട്ടാണ്.
കാരണം എനിക്ക് ലൈക്ക് ഐ വാല്യൂ ഹെർ ഒപ്പീനിയൻ അ ലോട്ട്. എന്നെക്കാളും നന്നായിട്ട് കഥകൾ മനസ്സിലാക്കാനും അതിനെ വിലയിരുത്താനും അമ്മയുടെ കഴിവാണ് നന്നായിട്ടുള്ളത്. സോ ഐ റിലൈ ഓൺ ഹെർ. അപ്പോൾ പടങ്ങൾ വരുമ്പോൾ യൂഷ്വലി ഞാനും അമ്മയും കഥ വായിക്കും. ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവും, വീട്ടിലൊരു ഡിസ്കഷൻ ഉണ്ടാവും. എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, എന്താണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്, ആൻഡ് വെദർ ഐ ഷുഡ് ബി ഡൂയിങ് ദിസ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചർച്ചയുണ്ട്. ഒരു ഫസ്റ്റ് ലെയർ ഓഫ് ഫിൽട്രേഷൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഐ ഹാവ്. അമ്മ എനിക്കില്ല, അതാണ് പ്രശ്നം. എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുതരാം. അതാണോ നീ ചോദിക്കാൻ? പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ധ്യാൻ ചേട്ടനെ ഉള്ളതുകൊണ്ട് എത്ര സിനിമാക്കാരാണ് തന്തിക്കും തള്ളിക്കും വിളി കേൾക്കുന്നത്. എത്ര സിനിമാക്കാർക്കാണ് അവസരം കിട്ടുന്നത്? അങ്ങനെ നീ മാത്രടാ ചോദിക്കടാ. അവൻ എത്ര നേരം, എത്ര കാലം, എത്ര പ്രസ് മീറ്റ്, അവൻ എത്ര കാലം. നീ ഇതിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥ? നീ നിർത്തിക്കോയി പരിപാടി കേട്ടോ. നീ നിർത്തി കഴിഞ്ഞാൽ ഇത് കൂട്ടിക്കെട്ടേണ്ടി വരും. ഏതാ? ആ നല്ല ചോദ്യം. നീ ഇത് എപ്പോ വന്ന മുളച്ചതാണ്? പുതിയതായിട്ട് വന്ന ഈ യുദ്ധം നടന്ന സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തതാണോ? എവിടെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒന്നോടെ പോയതാ. എടി എന്തെങ്കിലുമൊക്കെ ചോദിക്കും. BFT ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ എടുത്തോണ്ട് പോകാൻ എന്താ നിന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറിച്ച് പറഞ്ഞത്. നമുക്ക് തമ്മിൽ മാത്രം ശരിക്കും പറയാൻ ധ്യാൻ ചേട്ടൻ ഇപ്പം ഇൻഡസ്ട്രിയിൽ ആർട്ടിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ വളരെ കുറച്ച് പേരാണ്. ഇപ്പൊ ധ്യാൻ ചേട്ടനെ പോലെ കുറച്ച് പേരേ ഉള്ളൂ ഒരു സിനിമ കേട്ടിട്ട് ഒരാൾക്ക് അവസരം കൊടുക്കുക അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് എടുക്കുന്ന എഫേർട്ട് കുറച്ച് പേരാ. ടൈം പഞ്ച്വാലിറ്റി എടുക്കുന്നു. അപ്പം ശരിക്കും ചേട്ടന്റെ സിനിമയിൽ അതായത് ഈ വർഷം ചേട്ടൻ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയായി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ആരെന്നെ വിചാരിച്ചാലും കുഴപ്പമില്ല ചെയ്യുക എന്നുള്ളത് ഒരു കടമയാണെന്നുള്ള ലെവലിൽ ചെയ്യാന്നുള്ളത് ഒരു ആർട്ടിസ്റ്റ് അല്ല. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കഥ ആലോചിക്കുമ്പോ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിനയത്തിനോടുള്ള എന്റെ താല്പര്യം എത്രത്തോളമാണെന്ന്. നമ്മളൊരു കഥ ആലോചിക്കുന്ന സമയത്ത് എനിക്കുള്ള ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ വെച്ച് ആലോചിക്കും. ഓക്കെ, എനിക്ക് പ്രശ്നമുണ്ട് ആരെ വെച്ച് ആലോചിക്കുന്ന വെച്ചാൽ ഇവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കൃത്യസമയത്ത് നടക്കുമോ? ഓക്കെ, ഒന്ന് ആരടുത്ത് പോകും. കാരണം ഇവിടെ വളരെ ലിമിറ്റഡ് ആക്ടേഴ്സേ ഉള്ളൂ. മെയിൻ സ്ട്രീം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ എടുത്ത് പോവാൻ എല്ലാവർക്കും പറ്റില്ല. ദൈവം സഹായിച്ച് നമ്മളൊക്കെ എല്ലാവരെയും പരിചയമുള്ളതുകൊണ്ട് നമുക്ക് പറ്റുന്നു. എന്നാൽ പോലും അവർക്കൊക്കെ ഇപ്പോൾ 2-3 വർഷത്തേക്ക് സിനിമകളുണ്ട്. അവരിലേക്ക് പോകുമ്പോൾ തന്നെ അവർ സ്റ്റാർസിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഓരോ സീസണൽ ത്രില്ലറുമായിട്ട് പോകുമ്പോൾ അവർക്ക് കോമഡി മതി എന്ന് പറയും, കോമഡി ആയിട്ട് പോകുമ്പോൾ ത്രില്ലർ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ പല ഘട്ടങ്ങളിലൂടെ പലരോടും കഥ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ ഞാൻ ഒരുപാട് പേര്, പിന്നെ ഒരു 6 മാസത്തിനിടെ ഒരുപാട് പേരോട് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിവിടെയൊക്കെയുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള നെക്സ്റ്റ് ടയറിൽ വരുന്ന ആക്ടേഴ്സ് ആണ് നമ്മളൊക്കെ. ഇവിടെയും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എല്ലാവരും അപ്രോച്ചബിൾ പോലും ഇല്ല. പലരും എന്താ പറയണ്ടേ, ആക്സസബിൾ അല്ല. പലർക്കും ചിലർക്ക് ഇപ്പൊ നമുക്ക് മാനേജറൊന്നുമില്ല. അപ്പോൾ ഞാനാണ് പലപ്പോഴും ഇവിടെയുള്ളത്. ഇവനടക്കം എന്നോട് എന്ത് വേണം നിനക്ക്, എപ്പോഴും നമ്മൾ അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ അവൈലബിൾ ആയിരിക്കുന്ന ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. മറ്റവരൊക്കെ എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ പലരും. അപ്പൊ നമ്മളൊരു കഥ ആലോചിക്കുമ്പോൾ പോലെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെടുത്ത് പോവും, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് പോയാൽ ഇവര് ചെയ്യുമോ, ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറഞ്ഞാലും ഇതിനെടുക്കുന്ന കാലതാമസം, സമയം, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നമുക്ക് പോണ്ടാന്ന് തോന്നിപ്പോകും. പിന്നെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിലുള്ളിൽ നിർത്തണം. കാരണം പ്രീ റിലീസ് പഴയ പോലെ ബിസിനസ് ഒന്നുമില്ല. തിയേറ്ററിൽ ഓടി കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ ഓടി കിട്ടിയാൽ മാത്രമേ ഇന്ന് ബിസിനസ് ആവുന്നു പോലും. അതും വലിയൊരു ബിസിനസ് ആവുന്നുമില്ല. അപ്പം ചില സിനിമകൾ, ഇപ്പൊ ഈ സിനിമയൊക്കെ സാറ് അത് ഇഷ്ടപ്പെട്ടു, ഇവരുടെ ഒരു കൺവിക്ഷന്റെ പുറത്ത് ഈ പറഞ്ഞ ബിസിനസ് ഒന്നും നോക്കാതെ
ആ സിനിമ സംഭവിക്കണം, അല്ലെങ്കിൽ ആ സിനിമ നല്ല സിനിമയാണ്, ആ സിനിമയുടെ പുറത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ കഥയുടെ പുറത്താണ് ഇൻവെസ്റ്റ്മെന്റ്, ആ നടന്റെ ഒന്നുമല്ല. ഈ കഥ നല്ലതാണ്, ഈ സിനിമ സംഭവിക്കണം, ഈ സിനിമ പറഞ്ഞാൽ ഈ സമയത്ത് ഈ സിനിമ പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഉപരി ഈ സിനിമ നമ്മളൊരു സിനിമ ഒരുമിച്ചൊരു സിനിമ ചെയ്യുക എന്നുള്ളതും കൂടെ, ഇങ്ങനെ ഒരു കഥ ചെയ്യുക എന്നുള്ളത്, അതിന്റെ തിയേറ്റർ കളക്ഷനൊക്കെ മുകളിൽ ഇതൊരു ആഗ്രഹവും ഒരു 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 സന്തോഷവും കൂടിയാണ് ഇങ്ങനെ ഒരു സിനിമയൊക്കെ സംഭവിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ബിസിനസ് ഒക്കെ ആലോചിച്ച് ഇത് ബിസിനസ് ആവൂലേ, അല്ലെങ്കിൽ ഇത് അതാവൂലേ, ഇതൊക്കെ കുറേ ചിന്തകൾ. അങ്ങനെ ചിന്തിച്ച് കുറച്ച് പേരെടുത്തൊക്കെ പോയി ഇപ്പൊ കഥ പറഞ്ഞൊരു കുറച്ചധികം സിനിമ, ഒരു 3-4 സിനിമ ആയിട്ടുണ്ട്. ഒരു കുറച്ച് സിനിമയും കൂടെ വെച്ചിട്ടുണ്ട്, ഒരു വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരു 3 ആയിട്ടുണ്ട് എന്ന് വെച്ചോ, ബാക്കി ഒരു 5-6 കൂടെ ആയാൽ അനൗൺസ് ചെയ്യും. ഓക്കെ ഓക്കെ. എക്സ്പെരിമെന്റൽ തുടങ്ങാന്ന് വിചാരിച്ചേ, പിന്നെ ഞാൻ വിചാരിച്ചു ഹ്യൂമർ തന്നെ മതി. അതുകൊണ്ടൊരു ഫസ്റ്റ് പടം ഒരു തമാശ പടമായിരിക്കും. ഇപ്പം ഉള്ളൊഴുക്ക് പോലത്തെ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് ഇപ്പൊ പ്രേക്ഷകൻ ഇപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം പ്രേക്ഷകന് ഉണ്ടാക്കുന്ന ഒരു ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്, അതൊരു കഥാപാത്രം കൊടുക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇരിക്കുന്ന പ്രേക്ഷകന് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ അതൊരു കഥാപാത്രം ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റർബൻസ്, അത് ചെറിയൊരു കാര്യമല്ല ഒരു ആർട്ടിസ്റ്റ് കൊടുക്കാറുള്ളത്. അതേപോലത്തെ കഥാപാത്രം മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ? ഫിലോസഫിക്കലാണോ ചോദിക്കുന്നത്? ആക്ട് ബേസ്ഡ് ആണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ മിസ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റണമല്ലോ. ഇതിനകത്ത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്, ഹ്യൂമർ, എന്താണ് പടത്തിന്റെ ഒരു ഹ്യൂമർ ത്രെഡാണ് ഇതിൽ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഒരു പടം ഇപ്പം ചെയ്തിട്ടുണ്ട് ഭയങ്കര ഡാർക്ക് വില്ലനായിട്ട്. അപ്പൊ ആ മിസ്സിങ് ചിലപ്പോ പടം അതെ. കേട്ടിട്ടില്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് കേൾപ്പിച്ചത് രവി 5 തവണ പറഞ്ഞത്. ഓടിക്കോ അപ്പൊ ചായ അടിച്ചിട്ട് പോവാ. ദേവൻ എന്താ എന്തൊക്കെ പറഞ്ഞു. ഞാൻ അല്ല സിനിമയ്ക്ക് പേരിട്ടത്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡയറക്ടർ സാറിനും എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടാക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ആ പേരിന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. അത് എനിക്ക് തോന്നുന്നു മൂവിയായിട്ട് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിലാണ് അത്. ഇപ്പം എല്ലാവരും അത്രയും മൂവിനെ കുറിച്ച് അത്ര ബ്രേക്ക് ചെയ്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒത്തിരി എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷെ ആ ഒരു പേരിന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും മൂവിനെ കുറിച്ച്. ഇപ്പൊ കല്യാണ മരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയായിരിക്കും ഒരു മരം, ആ മരം ഞങ്ങളുടെ ഒരു കഥയുടെ ഭാഗമാണ്. അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതായിട്ട് ഏതൊക്കെ ക്യാരക്ടേഴ്സ് റിലേറ്റഡ് ആണെന്നുള്ളത് ഇനി സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. കോമഡി ജോണറുള്ള സിനിമയെന്ന് പറഞ്ഞു. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ പിന്നെ ഷാദൂരിലേക്ക് ഇതിലേക്ക് ഇങ്ങനെ ആളായിട്ടുള്ള കാര്യം പറഞ്ഞു. അവര് ആക്ടിങ് ബേസിൽ കോമഡിയാണ് ശരിക്കും ഉദ്ദേശിച്ചത്, അങ്ങനെയാണോ അവരെ അതിലേക്ക് കാണാവുന്നത് കഥാപാത്രം? ഇത് ശരിക്കും കഥാപാത്രമാണ്, കഥാപാത്രമായി മാറുകയായിരുന്നു അവർ. നമ്മളത് പ്രത്യേക ഒരു റോളാണെന്ന് നമ്മൾ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം തന്നെ, ഇപ്പൊ ഇവിടുന്ന് വന്ന ചോദ്യം ഇത് എന്താണ് ഈ പേര് എന്നുള്ള ആ ക്യൂരിയോസിറ്റി ഞങ്ങൾ ഈ പടത്തിന് പേരിട്ട സമയം മുതൽ ഞങ്ങൾ നേരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ആ ക്യൂരിയോസിറ്റിയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കഥാപരമായ രീതിയിലുള്ള ഒരു റിവ്യൂവിൽ അത് ചെയ്യാൻ പറ്റാതെ വരുന്നത്. എന്താണെങ്കിലും കല്യാണം എന്ന് പറയുന്നത് അത് ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കഥാ ഭാഗമാണ് എന്ന് ഇപ്പൊ പറയാൻ പറ്റും. സിനിമ എല്ലാ സിനിമയിലും ഒരു ഹൗസ് വൈഫ് ആയിരിക്കും, ഒരു മനോഹരമായിരിക്കും. ഇതിൽ എന്തായാലും എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക, എന്തായാലും ഈ കഥാപാത്രത്തിന് പ്രത്യേകത. ഇവിടെ അമ്മയായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ആ അതാണ് സപ്പോർട്ടിങ് ക്യാരക്ടർ.
അല്ല ഇതിൽ എന്താണ് ഇപ്പോഴും എല്ലാ സിനിമയിലും ഇതുപോലെ ഭയങ്കര നന്മയായിട്ടും ഭയങ്കര സന്തോഷമായിട്ടും ഒരു കഥാപാത്രം തന്നെയാണ്. അതിന്റെ സ്റ്റാമ്പ് കാണിച്ചു പറയാതെ ഇതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാത്തിലും ഉണ്ട്. ഒരു അമ്മയ്ക്ക് ഒരു ഫാമിലിയിൽ എന്താണ് റോള്, അതേ ഉള്ളൂ എനിക്ക്. ഓരോ അമ്മയ്ക്കും എവറി മദർ ഇസ് ഡിഫറെന്റ്. ഓരോ മദറുടെ ക്വാളിറ്റി ഡിഫറെന്റ് ആണ്. ഓരോ മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ പേര്? സുജോ. സുജോ ശരിയാണോ? സുജോ ആണോ? നിങ്ങളുടെ പടം എപ്പോ വരും? അതിലെനിക്ക് ക്യാരക്ടർ എന്തായിരിക്കും? അപ്പൊ സംസാരിക്കാം. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. അച്ഛൻ പറഞ്ഞ അച്ഛൻ എഴുതിയ പല കഥാപാത്രങ്ങളുടെയും സിനിമാ ഡയലോഗുകളുടെയും ഇപ്പോൾ വന്ന സാഹചര്യത്തിൽ ലോകത്തിൽ എവിടെയായാലും മനുഷ്യന്റെ കാര്യം ഒരേപോലെയാണെന്നുള്ള ഡയലോഗുകളും പലതും ഇപ്പോൾ വരുന്നുണ്ട്. അതേപോലത്തെ ഉള്ള ഡയലോഗുകളൊക്കെ എഴുതാൻ സാധിക്കുമോ? മനസ്സിലായി. യുദ്ധത്തെ പറ്റി അച്ഛൻ എഴുതിയിട്ടുണ്ട് ലോകകാര്യങ്ങളിൽ. അച്ഛനെഴുതി ഞാൻ എഴുതാൻ പോകുന്ന നീ നോക്കിക്കോ. അല്ല, അങ്ങനെയുള്ള എന്താ പറയാ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പല ഡയലോഗുകളും പല വരാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ എഴുതാൻ ദീർഘവീക്ഷണമുള്ള ആളാണോ ധ്യാൻ ശ്രീനിവാസൻ? നീ ഈ ചോദ്യം ചോദിക്കുന്നതന്നെ എനിക്ക് ഉറപ്പാണ്. അത്ര ദീർഘവീക്ഷണമുണ്ട് എനിക്ക്. അതാണ് നീ എന്തൊക്കെ വൈകിപ്പോയെന്നുള്ളത് അല്ലേ? ഇതൊക്കെ എന്റെ ഒരു പാർട്ട് ഓഫ് ദ പ്ലാൻ ആണ് അല്ലേ? എല്ലാവരും ഫാസിലിന്റെ ചെറുതായിട്ടുള്ള കാരണസ്ഥലം എന്താണ് പറയുന്നത്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? മാറിയിട്ടല്ലേ കഷ്ടപ്പെട്ട് മുടി. അല്ല, ഇപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒഴുക്കിലൊക്കെ ആണെങ്കിൽ അതിലൊക്കെ വ്യത്യസ്ത പല സിനിമകളും ഫാസിലല്ല പല മനസ്സുകളുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ കോമഡിയാണോ അതോ ഇപ്പൊ ആക്ടേഴ്സിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ചെയ്യാൻ പാടുള്ളത് എന്തൊക്കെ? ചെയ്യാൻ പാടുള്ളത് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ മനോഹരത അല്ലേ? എന്താണ് എന്താണ് ഉത്തരം പറയുന്നത്? ഉത്തരം മുട്ടിക്കുന്ന ഇഷ്ടപ്പെട്ട കോമഡി അല്ലാതെ കോമഡി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം അല്ലെങ്കിൽ ബുദ്ധിമുട്ട്? ഞാൻ എന്ത് ചെയ്യും? നീ ആദ്യമായിട്ടാണോ ഇങ്ങനെ നമ്മളൊരു പ്രശ്നം വെച്ചിരിക്കുന്നത്? എന്നെ അറിയില്ലേ നിങ്ങൾക്ക്? ലാൽ സാറ് പറഞ്ഞ പോലെ ഈ ഇത്രയും വർഷമായി നിങ്ങളൊരു ഒരാളായി ഞാൻ ഇത്രയും അറിഞ്ഞില്ലേ? നീ എന്താ അറിയുന്നത്? വിഷ്ണു വിഷ്ണു മിസ് ചെയ്യുന്നത് ഞാൻ. തിരിച്ചു വരൂ, മൂവി ഫീൽഡിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ മടക്കി വരൂ. ജൈത്രയാത്ര അവസാനിച്ച് ഏഷ്യാനെറ്റിലെ ന്യൂസിലെ ജൈത്രയാത്ര കഴിഞ്ഞത് ഇതാ വരുന്നു. ധ്യാൻ ചേട്ടാ, ദിലീപേട്ടൻ ധ്യാൻ ചേട്ടനോടെയും ശ്രീനിവാസൻ ചേട്ടന്റെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. യങ് ടാലന്റിന് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കുറെ സ്റ്റോറീസ് ലൈനപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ യങ് ടാലന്റ്സിനെ ഹണ്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഞാനും ചേട്ടനും എല്ലാം അതിന്റെ വേറെ അപ്പൊ അതിലുള്ള സ്റ്റോറീസ് ആണ് ഇപ്പൊ ലൈനപ്പായി നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അതെ അതെ അതെ. പിന്നെ നിങ്ങള് എന്തായാലും അതെ 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 ആ കമ്പനിയുടെ പുറത്ത് കുറച്ചധികം പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഓൾറെഡി. ഒന്ന് വഴിയെ അനൗൺസ് ചെയ്യും. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്കായിരിക്കും ചാൻസ്. ആദ്യം ഞാനും ചേട്ടനും ഒന്ന് ഞങ്ങളെ ഡൾ ഫേസാണ്. ഞങ്ങൾ ആദ്യം ഒന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം യങ് ടാലൻസിനെ ഹണ്ട് ചെയ്ത് കൊണ്ടു നിർത്തും. അതുവരെ അവിടെ കിടക്കട്ടെ.
വിഷ്ണു സിനിമ എഴുത്തിലേക്കൊക്കെ കടന്നു കേൾക്കുന്നു. ചോദിക്കൂ, ദേവനോട് ചോദിക്കും. നല്ല ചോദ്യം ചോദിക്കും. ദേവനന്ദന്റെ ഈ ഏജില് ഞങ്ങളൊന്നും ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ലൈഫിനെ പറ്റിയിട്ടും പ്രൊഫഷണൽ പറ്റിയിട്ടൊക്കെ. അപ്പൊ ഇതൊക്കെ ദേവനന്ദക്ക് സ്വയം ലൈഫിൽ നിന്നും അല്ലെങ്കിൽ സ്വയം വായിച്ചിട്ടോ ഒക്കെ അങ്ങനെ കിട്ടുന്ന ഒരു ലേണിംഗ് ആണോ, അതൊക്കെ ഇത് കംപ്ലീറ്റ്ലി പാരന്റ്സിന്റെ ഒരു ഗൈഡൻസ് ആണോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിപ്പോ ഈ ആക്ടേഴ്സിന്റെ കൂടെ ഓരോ പ്രൊഫഷണൽ ആക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, ഓരോ ആളെ കാണുമ്പോഴും അവര് പറഞ്ഞു തരുന്ന നോളജ് വേറെ ആയിരിക്കും. പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന നോളജ്, ഞാൻ പറയുന്നതിലും തെറ്റുണ്ട്, അത് നമുക്ക് കിട്ടുന്ന ഒരു ലിമിറ്റഡ് നോളജാണ്. ആ നോളജിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അത് അച്ഛനും അമ്മയും പഠിപ്പിച്ച് തന്നു വിടുന്നല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചോദ്യങ്ങൾ ഏതാണ് ചോദിക്കുന്നത് നമുക്ക് അറിയത്തില്ല. വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ വരുന്നത്, ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതാണ് മീഡിയ ചേട്ടന്മാരെല്ലാവരും ചോദിക്കാറുള്ളത്. അപ്പോഴാണ് നമ്മൾ ആ മൊമെന്റിലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇന്റർവ്യൂസിന് നേരത്തെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടോ, അത് അപ്പോൾ പ്രിപ്പയർ ചെയ്ത് വന്നാണോ ആൻസർ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാനാണ്, ഇന്റർവ്യൂസിന് നമുക്ക് നേരത്തെ ചോദ്യങ്ങൾ തരാറില്ല. ആ സെക്കൻഡിൽ കിട്ടുന്ന ക്വസ്റ്റ്യന് അപ്പം ആൻസർ പറയുന്നേ ഉള്ളൂ. അതും എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ പറയുന്നത്. അതിൽ തെറ്റുണ്ടാവും, ശരിയുണ്ടാവും. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നെ പഠിപ്പിക്കുന്നില്ല, പക്ഷെ അവരിൽ നിന്ന് ഒത്തിരി നോളജ് നമുക്ക് കിട്ടും. കാരണം അച്ഛനും അമ്മയും എന്നെക്കാട്ടും ഒത്തിരി ലോകം കണ്ടിട്ടുള്ളവരാണ്, കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവര് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം എങ്ങനെ ഓരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞു തരുന്ന അച്ഛനമ്മയാണ്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്രയും നല്ല ആൾക്കാരോട്, ഇത്രയും പ്രൊഫഷണൽ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അത് നമ്മുടെ സംസാരം സ്പീച്ച് അല്ല, നമ്മുടെ ആക്ഷൻസിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം അഭിനയത്തിലാണെങ്കിലും നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും അഡ്വൈസ് എടുത്താൽ അത് നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും നല്ലൊരു ചോദ്യം തന്നതിന് ഒത്തിരി നന്ദി. ഈ ഒരു ചോദ്യത്തോടുകൂടി ഈ ഒരു അപ്പൊ അതാണ് അജിനെ ചോദിക്കുന്നതാണ് അവസാനത്തെ ചോദ്യം. നിനക്ക് ഇല്ലാത്തതും ദേവനന്ദക്കുള്ളതും. നിന്റെ പ്രശ്നം അയ്യോ ദേവനന്ദ എനിക്ക് അയ്യോ ദേവ നന്ദി. കഴിഞ്ഞു. വിഷ്ണു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നടാ ശരിട്ടോ സാർ അവസാനമായിട്ട് ഹലോ